ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി UDF-ൽ ഭിന്നത. സീറ്റ് വിട്ടു നൽകില്ല എന്ന മുസ്ലിം ലീഗും വിട്ടുവീഴ്ചയില്ല എന്ന കോൺഗ്രസും നിലപാടെടുത്തതോടെ നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണ്. ഗുരുവായൂർ സീറ്റിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. എന്നാൽ മുരളീധരൻ തൃശൂരിലേക്ക് എത്തുന്നതിൽ ഒരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളും കടുത്ത അതൃപ്തിയിലാണ്. വിവരങ്ങൾ നൽകും സാനു കെ സജീവ. സാനു, ഈ കോൺഗ്രസിൽ ഭിന്നത അതൊരു പുതിയ വാർത്തയൊന്നുമല്ല. എന്തായാലും ഈ ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി എന്താണ് ഇത്ര ഭിന്നത? അവിടെ മുരളീധരന് വേണ്ടി വടംവലിയാണോ? എന്താണ് മുരളീധരനെ മത്സരിപ്പിക്കാൻ ആകില്ല എന്ന ഒരു വിഭാഗം നിലപാടെടുക്കുന്നത്? അപ്പം മുസ്ലിം ലീഗ് അവിടെ എന്തുകൊണ്ടാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത്? കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുകയാണോ സാനു? അശ്വതി, അത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തൃശ്ശൂരിലെ UDF-വുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് തൃശ്ശൂർ സീറ്റിനെ തട്ടി, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ സീറ്റിൽ തട്ടി UDF നേതൃത്വം ഒന്നാവെ ആടി ഉലയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഗുരുവായൂർ സീറ്റ് തങ്ങൾക്ക് വേണമെന്നൊരാവശ്യവുമായിട്ട് ആദ്യം എത്തുന്നത് തൃശ്ശൂർ DCC അധ്യക്ഷനായിട്ടുള്ള ജോസഫ് ടാജറ്റാണ്. അതായത് പതിവായിട്ട് ലീഗ് പരാജയപ്പെടുന്ന സീറ്റ് തങ്ങൾ ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനം അവിടെ ആരംഭിച്ചു എന്നൊരു രീതിയിലാണ്, അല്ലെ അത്തരം വാദഗതികളുമായിട്ടാണ് DCC അധ്യക്ഷനായിട്ടുള്ള ജോസഫ് ടാജറ്റ് ആദ്യ രംഗത്ത് വരുന്നത്. അതിനെ തിരിച്ചടിച്ചുകൊണ്ട് ലീഗിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള CA മുഹമ്മദ് റഷീദ് രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞത് DCC അധ്യക്ഷന്റെ വെറും തമാശയാണ് ഗുരുവായൂർ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആ ഒരു ആവശ്യം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിക്കൊണ്ട് തൃശ്ശൂരിലെ UDF നേതൃത്വത്തിനുള്ളിൽ വലിയ കലഹം രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒപ്പം തന്നെ അതായത് കോൺഗ്രസും ഒപ്പം തന്നെ ലീഗും ഒരേപോലെ ഗുരുവായൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ആ സീറ്റ് തങ്ങൾക്ക് വേണം, അവിടെ കെ മുരളീധരനെ മത്സരിപ്പിക്കണം, കെ മുരളീധരനെ മത്സരിപ്പിച്ചാൽ അവിടെ വിജയിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്നാൽ ലീഗ് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട്, അല്ലെ നാളുകളായിട്ട് തങ്ങൾ മത്സരിക്കുന്ന ഒരു സീറ്റാണ്. തങ്ങളുടെ പ്രവർത്തനം, അതായത് ലീഗിന്റെ പ്രവർത്തനം ഗുരുവായൂർ സീറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ യുക്തമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു സ്ഥാനാർത്ഥി വരും. ആ സ്ഥാനാർത്ഥി അവിടെ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു കയറുമെന്നാണ് ലീഗിന്റെ അവകാശവാദം. എന്തായാലും ഈ ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം വലിയ രീതിയിൽ UDF-നെ ബാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് ജില്ലാ അധ്യക്ഷന്മാരും, അതായത് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ലീഗിന്റെ അധ്യക്ഷന്മാർ രണ്ട് തട്ടിലേക്ക് കാര്യങ്ങളായി പോകുന്നു. UDF-ൽ അത്തരത്തിലുള്ള ഒരു കൂടിയാലോചനകളും ഈ ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിയ ഒരു കൂടിയാലോചനകളും, അല്ലെ ആ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വങ്ങൾ, അല്ലെ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് തമ്മിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഒപ്പം തന്നെ പട്ടാമ്പി സീറ്റ് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഗുരുവായൂർ സീറ്റ് വിട്ടു നൽകില്ല. അതായത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് പകരം പട്ടാമ്പി സീറ്റിലെ ലീഗ് മത്സരിക്കണമെന്ന ഒരു ആവശ്യമാണ് ഒരു ഫോർമുലയായിട്ട് ജില്ലയിലെ കോൺഗ്രസ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂരിലും കോൺഗ്രസിൽ ഭിന്നതയാണ്. എന്തായാലും ഒരു ഭാഗത്ത് തോൽവിയെ ചൊല്ലി അവിടെ ഒരു കുടുംബപ്പോര് രൂക്ഷമാകുമ്പോൾ മറുഭാഗത്ത് അധികാരത്തിലെത്തി ഇനി എന്തു ചെയ്യും, ആർക്ക് കൊടുക്കുമെന്നുള്ള രീതിയിലുള്ള തർക്കവും രൂക്ഷമാകുകയാണ്. അതാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ദയനീയമായൊരു അവസ്ഥ.